കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നീ എന്താ ഈ പറയണത്? കാര്യം തെളിച്ച് നമ്മളോട് പറയും. 4 മാസം, 4 മാസേ നമ്മുടെ മുന്നിലുള്ളൂ. ഈ 4 മാസത്തിനുള്ളിൽ നീ കൂട്ടിയ കൂടൂല മോളെ. നീ ആഗ്രഹിക്കുന്ന പോലെ എനിക്ക് കാഴ്ച കിട്ടൂല. സൊസൈറ്റിയിൽ നിന്ന് ലോണ് കിട്ടില്ലെന്ന് ഞാൻ അറിഞ്ഞു. ആ മാനേജർ പറഞ്ഞത് ഇനിയും കുറച്ച് ദിവസം കൂടി വേണമെന്നാ. ബോർഡ് മെമ്പർമാർ അനുവാദം തന്നാലേ പണം തരാൻ പറ്റുള്ളൂ അത്രേ. അപ്പൊ പിന്നെ അത് നടക്കില്ലെന്ന് എനിക്ക് തോന്നി. ഓഹോ, അയാൾ നിന്നെ കാണാൻ വന്നിരുന്നല്ലേ? അയാളുടെ ഉദ്ദേശം വേറെയാ. നീ എവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയ കാര്യം പറഞ്ഞു. ഡോക്ടർ പറഞ്ഞ സമയത്തിനുള്ളിൽ ഓപ്പറേഷൻ നടത്തിയില്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള കാലം മുഴുവൻ ഞാൻ ഇതുപോലെ തന്നെ ആയിരിക്കും. എന്റെ ഈ അവസ്ഥ നിന്റെയും കണ്ണന്റെ ജീവിതത്തിൽ ഒരു ദുരന്തമായിരിക്കും. ഞാൻ കാരണം നിങ്ങളും ഞാനായിട്ടെല്ലാം അന്ന് അവസാനിപ്പിച്ച കുറച്ച് ദിവസത്തെ വിഷമേ നിങ്ങൾക്കുണ്ടാവും. ഓ, അങ്ങനെയാണോ? എങ്ങനെ ചാടി ചാവ്. നമ്മൾക്കിപ്പോ തോന്നുന്നത് നമ്മളെ ഇവനെ മനസ്സിലാക്കാത്ത നീ ചാവുന്ന തന്നെയാടി നല്ലത്. നീ ചത്തു കഴിഞ്ഞാ സൊസൈറ്റിയിലെ പൈസ എടുത്ത് ഞങ്ങൾ സുഖമായിട്ട് ജീവിച്ചോളാം. നീ ചാടിക്കോ. എന്താ ഇറങ്ങി ചാടുന്നില്ലേ? ചാടേ നീ. മര്യാദക്ക് നമ്മളുടെ കൂടെ വന്നാ എങ്ങനെയെങ്കിലും നമ്മൾ നിന്റെ കാര്യം നടത്തും. അതല്ല, നിനക്ക് നമ്മളെ വിശ്വാസം ഇല്ലെങ്കിൽ നീ ചാകോ ജീവിക്കോ എന്താന്ന് വെച്ചാ ചെയ്. അത് നിന്റെ ഇഷ്ടം. നീ വാടാ. മോളെ നിക്ക്. കൺമണി, എന്റെ പൊന്നു ചേച്ചി, നീയും കൂടി നമ്മളെ തളർത്തല്ലേ. ഒന്ന് വിശ്വസിക്കടി ചേച്ചി. പറഞ്ഞ തീയതിയില് പറഞ്ഞ സമയത്ത് നിന്റെ ഓപ്പറേഷൻ ഈ കണ്ണമ്മ നടത്തിയിരിക്കും. ഇത് നമ്മളുടെ വാക്ക. ഹസ്തനപുരി കണ്ണമ്മയുടെ വാക്ക്. എങ്ങനെ? അതിന് നീ എന്ത് വഴിയാ കണ്ടിരിക്കുന്നത്? നടന്നിട്ട് നേരത്തിനെത്താത്തടത്ത് ഓടിയെത്തണം. ആവശ്യം വലുതാണെങ്കിൽ കുറുക്ക വഴി പോകണം. നമ്മൾക്കറിയാം പൈസ എങ്ങനെ കണ്ടെത്തണമെന്ന്. അമ്മേ, ഒരു ഫോണുണ്ട്. ഹലോ രാജാറാം,
അമ്മേ, ഞാൻ രവിയ. മോനെ, നീ എവിടെയാ? എത്ര ദിവസമായി നിന്നെ ഒന്ന് കണ്ടിട്ടും സംസാരിച്ചിട്ടും? കുറെ തവണ നിങ്ങളെ വിളിച്ചു, കിട്ടിയില്ല. അത് മാം, ഞാൻ തിരക്കായി പോയി. മാത്രമല്ല ഇവിടെ നെറ്റ്വർക്കും കുറവാ. അല്ല, ശ്രീലക്ഷ്മി മോൾ എവിടെ? മോളെ കണ്ടു എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഒന്നും പറഞ്ഞില്ലല്ലോ. ഫോണിലൂടെ ആണെങ്കിലും ശ്രീലക്ഷ്മിയെ കണ്ട ശേഷം സുദർശന് നല്ല ഭേദമുണ്ട്. ആ, മോളുണ്ടോ അടുത്ത്? നീ അവൾക്കൊന്ന് കൊടുത്തേ, ഞാനൊന്ന് സംസാരിക്കട്ടെ. അത് മാം, ശ്രീലക്ഷ്മി കുറച്ച് അപ്പുറത്താണ് നിൽക്കുന്നത്. അങ്ങോട്ട് പോയാൽ നെറ്റ്വർക്ക് കട്ടാവും, അതാ. എങ്കിൽ അവള് വന്നതിന് ശേഷം മോനൊന്ന് വിളിച്ചാ മതി. അവളുടെ ശബ്ദം കേൾക്കാൻ അത്രയ്ക്ക് കൊതിയായതുകൊണ്ടാ. മാം, ഞാനിപ്പോൾ വിളിച്ചത് ഞങ്ങൾ അങ്ങോട്ട് വരുന്നു എന്ന് പറയാൻ വേണ്ടിയാ. ആണോ? നീ അവളെയും കൂട്ടി വേഗം വാ. എനിക്ക് എന്റെ കുട്ടിയെ ഒന്ന് കണ്ടാ മതി. അല്ല, നിങ്ങൾ എവിടേക്ക് ആദ്യം വരുന്നത്? ഇവിടേക്കാണോ അതോ ശ്രീലക്ഷ്മിയുടെ വീട്ടിലേക്കാണോ? ആ, നിങ്ങൾ ശ്രീലക്ഷ്മിയുടെ വീട്ടിലേക്ക് വന്നാ മതി. സുദർശനും സരോജവുമാ അവളെ ആദ്യം കാണേണ്ടത്. അമ്മേ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഹലോ ഹലോ മോനെ, ഹലോ. ഈശ്വര, രവി, തിരികെ പോകാൻ തന്നെയല്ലേ തീരുമാനം? സാർ, ചോദിക്കുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്. അവിടെ ചെന്നിട്ട് അവിടെയുള്ളവരുടെ ചോദ്യങ്ങൾക്ക് സാർ എന്തു മറുപടി കൊടുക്കും? പ്രത്യേകിച്ച് ശ്രീലക്ഷ്മി മാഡത്തിൻ്റെ വീട്ടുകാരോട്. സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലിപ്പോൾ ഒന്നുമില്ല ധർമ്മൻ ചേട്ടാ. രണ്ടാമത് ഇങ്ങോട്ട് വന്നതുപോലെ തന്നെയാ തിരികെ പോകുന്നത്, വെറും കൈയോടെ. പക്ഷേ ആ വരവിൽ എനിക്ക് സംശയം ഉണ്ടായില്ല. എന്നാൽ ഇപ്പോൾ സംശയങ്ങൾ മനസ്സിനെ അലട്ടുന്നുണ്ട്. ആ സംശയങ്ങൾക്ക് കാരണം എൻ്റെ സ്നേഹിതൻ രാജാറാം. അവനിൽ എനിക്കുള്ള വിശ്വാസം ഒരുപാട് വലുതാ. അതുകൊണ്ട് തന്നെയാണ് ശ്രീലക്ഷ്മിയുടെ കാര്യത്തിൽ എനിക്ക് സംശയമുള്ളത്. രവി, നിന്റെ മനസ്സ് ഞാനും മനസ്സിലാക്കുന്നുണ്ട്. നിനക്ക് വേണ്ടി നമുക്കൊന്നുകൂടി കൺമണിയെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചാലോ രവി? വേണ്ട രാജാറാം. അവൾ പറയാനുള്ളത് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞു. ഇനി ആ കാര്യം പറഞ്ഞുകൊണ്ട് വീണ്ടും സമീപിക്കുന്നത് ശരിയല്ല. ഇത്രയും നാളും മുന്നിലൊരു പ്രത്യാശ ഉണ്ടായിരുന്നു, അതും ഞാനിവിടെ ഉപേക്ഷിച്ച മടങ്ങുന്ന. ശ്രീലക്ഷ്മിയുടെ മുഖസാദൃശ്യമുള്ള ഒരു പെൺകുട്ടി, കൺമണി. ഒരു ചെറുകഥ പോലെ കൺമണിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ എനിക്കവിടെ കാത്തിരിക്കുന്നവരോട് പറയണം. സത്യങ്ങൾ തുറന്നു പറഞ്ഞ് ശ്രീലക്ഷ്മിയുടെ അച്ഛനോട് മാപ്പ് പറയണം. ഉണ്ടായിരുന്ന ഒരു മകൾ നഷ്ടപ്പെട്ടു എന്ന് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം എനിക്ക് ഈശ്വരൻ തന്നാ മതിയായിരുന്നു. നീ വണ്ടിയെടുക്ക്. ഒരു വാക്കിൽ പറഞ്ഞാൽ തീരുന്ന നന്ദിയല്ല പറയാനുള്ളത്. ഏത് സമയത്തും എന്നെ വിളിക്കാം, അങ്ങോട്ടേക്ക് വരണം. നിങ്ങളെപ്പോലെ മനസ്സിൽ നന്മയുള്ളവർ എൻ്റെ ആരൊക്കെയാണ്. പോയിട്ട് വരാമെന്ന് പറയുന്നില്ല, ഇനിയും ഒരു മടങ്ങി വരവുണ്ടാവും തോന്നുന്നില്ല.
രാജാറാമിനോട് പറഞ്ഞിരുന്നു, ശ്രീലക്ഷ്മി ഇല്ലാതെ ഈ ചുരം ഇറങ്ങുന്നത് എന്റെ ജഡമായിരിക്കുമെന്ന്. പക്ഷെ ഇപ്പോഴും എന്റെ വിശ്വാസവും പ്രതീക്ഷയും അസ്തമിക്കുന്നില്ല. അവൾ എന്നെ തേടി വരുമെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ യാത്ര പറയുന്നു. നന്ദി. നിങ്ങൾ പറഞ്ഞതുള്ളതാണോ? നമ്മുടെ ചേച്ചിയുടെ ഓപ്പറേഷന് പൈസ തരാന്ന് പറഞ്ഞില്ലേ, അത് കിട്ടുമോന്ന്? പൈസ തന്നാൽ നിങ്ങൾ ചോദിച്ച കാര്യത്തിന് ഞാൻ സമ്മതിക്കാം. അത് മാത്രം പോരാ, എന്റെ ദേവേച്ചിക്കും കണ്ണനും അന്തി ഉറങ്ങാൻ ഒരു കൂര. എപ്പ തോന്നിയാലും ഒറ്റ ഓട്ടത്തിന് നമ്മൾക്ക് എത്താൻ പറ്റുന്ന അത്ര അടുത്ത്. നമ്മൾ പറഞ്ഞ ഈ 2 കാര്യവും സമ്മതിച്ചെങ്കിൽ ആശാന്റെ ഭാര്യയായി നമ്മൾ അഭിനയിക്കാം. സമ്മതിച്ചു. എന്താ താമസിക്കുന്നതെന്ന് വിചാരിക്കായിരുന്നു. ഒന്നും പറയണ്ട എന്റെ ശ്രീടച്ച, ഒരു നാളും ഇല്ലാത്ത തിരക്കായിരുന്നു ഇന്ന് അമ്പലത്തില്. പ്രത്യേകിച്ച് മണ്ഡലകാലം കൂടിയല്ലേ. വഴിപാടുകളെല്ലാം ചെയ്തിറങ്ങിയപ്പോഴേ സമയം പോയത് അറിഞ്ഞില്ല. അതിനൊരു കുറവുണ്ടാവില്ലല്ലോ. മോള് വരുന്നത് പ്രമാണിച്ച് അമ്പലത്തിലെ എല്ലാ വഴിപാടുകളും നടത്തിയാലല്ലേ നിന്റെ മനസ്സിന് സമാധാനം കിട്ടൂ. കരിക്കൊത്തിയമ്മയുടെ തിരിച്ചു തന്നല്ലേ നമ്മുടെ മോളെ. അപ്പോ ദേവിക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ കൊടുക്കണം. നീ രവി സാറിനെ വിളിച്ചു നോക്കിയ സരോജം? ഇല്ല, ഞാൻ വിളിച്ചില്ല. എന്തിനാ സാറിന് വെറുതെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നേ? മോളെ കൃഷ്ണയുടെ ഫോണിൽ കണ്ടപ്പോഴേ പകുതി ശ്വാസം വീണു, ബാക്കി പകുതി നേരി കാണുമ്പോഴേ വീണോളും. അവളെ കാണാനുള്ള ആകാംക്ഷ, ഈ കാത്തിരിപ്പ് ഒരു സുഖല്ലേ ശ്രീടച്ച? നിനക്കങ്ങനെ പറയാ. എനിക്ക് എന്റെ കൈകാലം വരച്ചിട്ട് നിലത്തുറക്കുന്നില്ല. ആ, അതങ്ങനെയാ. നഷ്ടപ്പെട്ടെന്ന് കരുതിയ മോള് തിരിച്ചു വരുന്നു എന്നറിയുമ്പോഴേ രക്ഷകർത്താക്കളുടെ അവസ്ഥ ഇങ്ങനെ തന്നെയാ. എന്റെ പ്രാർത്ഥനയുടെ ഫലാ മോളെ തിരിച്ചു കിട്ടിയത്. എന്താടി, ഞാൻ പ്രാർത്ഥിച്ചില്ലേ? ആ, എനിക്കറിയില്ല. എന്നാ എനിക്കറിയാം. ഞാൻ എന്തൊക്കെയാ നേർച്ച നേർന്നെന്ന് നിനക്കറിയാമോ? നിങ്ങൾ ഇനി എന്തൊക്കെ പ്രാർത്ഥിച്ചാലും നേർന്നാലും പെറ്റമ്മ പ്രാർത്ഥിക്കുന്ന പോലെ ആവില്ല. ഓ, തുടങ്ങി. എന്ത് പറഞ്ഞാലും നിനക്കൊരു പെറ്റ വയറുണ്ടല്ലോ. നിന്നെപ്പോലുള്ള അമ്മമാര് ആദ്യം ജയിക്കാനായി കൂട്ടുപിടിക്കുന്ന സംഗതിയാ പെറ്റ വയറും പേറ്റുന്നു. കൂട്ടത്തിലൊരു 10 മാസത്തെ കണക്കും. എന്നെപ്പോലുള്ള അച്ഛന്മാര് എത്ര കഷ്ടപ്പാട് സഹിച്ച് മക്കളെ പഠിപ്പിച്ചാലും വളർത്തിയാലും കെട്ടിച്ചു വിട്ടാലും അതിനൊന്നും ഒരു വിലയുണ്ടാവില്ല. അതെ, അതിത്ര പൊക്കി പിടിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അച്ഛന്മാരുടെ ഉത്തരവാദിത്തം തന്നെ അത്. ഓഹോ, അങ്ങനെയാണോ? മോളെ അംഗനവാടിയെ കൊണ്ടുവന്നാക്കുന്നത് ഞാൻ.
തിരികെ വിളിച്ചു കൊണ്ടുവരുന്നു ഞാൻ. അഡ്മിഷന്റെ കാര്യത്തിന് പോകുന്നത് ഞാൻ. ഉം. അങ്ങനെ മോളുടെ കാര്യങ്ങളൊക്കെ നോക്കിയത് ഞാൻ. നീ ഈ പെറ്റ വയറിന്റെ കണക്ക് പറയുന്നല്ലാതെ എന്താ നമ്മുടെ കുഞ്ഞിന് വേണ്ടി ചെയ്തത്? ഒന്ന് വിസ്തരിച്ചു പറഞ്ഞേ, ഞാനൊന്ന് കേക്കട്ടെ. അങ്ങനെ വിസ്തരിച്ച് പറയുന്നില്ല, ഒരെണ്ണം പറയാം. ആ, ഞാനേ ഗർഭിണിയാണെന്നും എന്റെ വയറ്റിലൊരു കുഞ്ഞുള്ള കാര്യം നിങ്ങളോട് ആദ്യം പറഞ്ഞത് ആരാ? ഏ, ഞാനല്ലേ? അല്ലേ? അതും കഴിഞ്ഞ് കറക്റ്റ് 9 മാസം 11 ദിവസം ഞാൻ വയറ്റിലിട്ടോണ്ട് നടന്നപ്പോ നിങ്ങൾക്ക് കഷ്ടപ്പാട് വല്ലതും ഉണ്ടായിരുന്നോ? ഉം. ഞാൻ പ്രസവിച്ചതിന് ശേഷല്ലേ നിങ്ങൾ അവളെയും കൊണ്ട് നഴ്സറി പോയത്? അല്ലേ മനുഷ്യ? ആ, ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ അമ്മമാരുടെ കണക്ക് പുസ്തകം. ഇനി അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ നിന്നെ കെട്ടിയത് കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? ഹാ, എങ്ങനെ കെട്ടി? അതും ഞാൻ സമ്മതിച്ചുകൊണ്ടല്ലേ? ആ, അതും എന്റെ അച്ഛനും അമ്മയും എന്നെ പ്രസവിച്ച് വളർത്തി വലുതാക്കിയതുകൊണ്ട്. ഓ അയ്യോ, ഞാൻ തോറ്റു സരോജം. നിന്റെ നാവിന് മുമ്പിൽ ഞാൻ തോൽവി സമ്മതിച്ചിരിക്കുന്നു. അങ്കിൾ, ആന്റി, ആ, ദീപു, വാ വാ. നിങ്ങളെന്തോ വലിയൊരു കാര്യം സംസാരിക്കാനും തോന്നുന്നു. ഞാൻ വന്നത് ബുദ്ധിമുട്ടായോ? ഒരു ബുദ്ധിമുട്ടുമില്ല മോനെ. നിന്നെ ഇപ്പൊ ഈശ്വരനായിട്ടാ ഇവിടെ കൊണ്ടുവന്നത്. ആ, നീ വന്നില്ലായിരുന്നെങ്കിലേ ഇവിടെ ഒരാളുടെ അപ്പനപ്പൂപ്പന്മാരുടെ തലമുറയെ കുറിച്ചുകൂടി കേൾക്കേണ്ടി വന്നേനെ. ഉം. അല്ല, ദീപുവിനെ ഇങ്ങോട്ട് കണ്ടിട്ട് കൊറേ നാളായല്ലോ. അതെ ആന്റി. അതിന് ഞാൻ അങ്കിളിനോടൊരു സോറി പറയാനാ വന്നത്. സോറിയോ? എന്തിന്? അത് വേറൊന്നും അല്ല അങ്കിൾ. അങ്കിളിന് വയ്യാതായ സമയം മുതൽ ഞാനിങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. സത്യം പറഞ്ഞ മനഃപൂർവ്വം വരാത്തതാ. ഓ, ശ്രീലക്ഷ്മി ഇല്ലാത്ത ഈ വീടും അതോർത്ത് വിഷമിക്കുന്ന നിങ്ങളെയും കാണാൻ എനിക്ക് വയ്യായിരുന്നു. അതാ. അതുമാത്രമല്ല, അച്ഛനിപ്പോ എന്നെ ഇടം വലം വിടില്ല. എന്തിനും ഞാൻ കൂടെ വേണം. ആ, സോറി അങ്കിൾ. ഏയ് അതൊന്നും സാരമില്ല ദീപു. എല്ലാവരെയും വിഷമങ്ങൾ മാറ്റി മോള് തിരികെ വരികയല്ലേ. ഇപ്പൊ ദീപുവിന് സന്തോഷായോ? സന്തോഷം ആയോന്നോ? ഇതിനേക്കാൾ വലിയ സന്തോഷം എന്താ അങ്കിൾ? ആ, ആ, അവരിപ്പോ എത്തും. അല്ല അങ്കിൾ, ശ്രീലക്ഷ്മി വരുന്ന കാര്യം കോളനിയിൽ എല്ലാവരോടും പറഞ്ഞോ? ഞാൻ ആരോടും പറയാൻ പോയില്ല. ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് വേണ്ടി ആരോടെങ്കിലും സംസാരിക്കാൻ. ഇനി സ്വന്തം ലേഖിക പറഞ്ഞോ എന്നറിയില്ല. ഞാനും ആരോടും പറഞ്ഞിട്ടില്ല ദീപു. എങ്കിൽ ഞാൻ തന്നെ എല്ലാവരോടും പറയാം. നമ്മളെപ്പോലെ എല്ലാവരും സന്തോഷിക്കട്ടെ. ഞാൻ പറഞ്ഞിട്ട് വരാം. ശ്രീലക്ഷ്മി തിരിച്ചു വന്നേ. ശ്രീലക്ഷ്മി തിരിച്ചു വന്നു. സത്യാണോ ദീപു? സത്യമാ. ഇന്ന് രവി സാറും ശ്രീലക്ഷ്മിയും വരും. ഈശ്വര, നീ സരോജിനി ചേച്ചിയുടെ പ്രാർത്ഥന കേട്ടല്ലോ. ഞാൻ പോയി കൃഷ്ണയെ വിളിച്ചോണ്ട് വരാം. കൃഷ്ണേ. ഒന്ന് നിന്നേ. എന്താ അച്ഛാ? നീ പറഞ്ഞത് ശരിയാണോ? ശ്രീലക്ഷ്മി തിരിച്ചു വരുന്നുണ്ടോ? ആ, വരുന്നുണ്ട്. ഉടനെ എത്തും. ആ, ഓഹോ, അവൾ തിരികെ വരികയാണല്ലേ. ഹ്, അപ്പൊ ത്രിവിക്രമ, നീ ഇനിയും ഓവർ ടൈം പണിയെടുക്കേണ്ടി വരുമല്ലോ. കഥയുടെ 2ാം പകുതിയിൽ 18 അടവുമെടുത്ത് പയറ്റേണ്ടി വരും. ഹും, നീ വാ ശ്രീലക്ഷ്മി, കാത്തിരിപ്പുണ്ട് ഞാൻ.